അതെ, കുറച്ച് ദിവസങ്ങളായിട്ട് സുരേഷ് ഗോപിയുടെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഏതോ ഫാദർലെസ് ആയിട്ടുള്ളവന്മാർ ഈ വീഡിയോ ഫുൾ ഇറങ്ങിയിട്ട് പോലും അതിനകത്തൊരു എഡിറ്റ് നടന്നിട്ടുണ്ട്. അത് എഡിറ്റ് എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ലാത്തതിനാൽ ഞാനിത് ഈ വീഡിയോ എടുത്തിട്ട് അതിനെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്ഷമയുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക, കാരണം ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ആദ്യമേ നമുക്ക് യഥാർത്ഥ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ കണ്ട എന്താ, ഫസ്റ്റിലെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോൾ ആ ചേട്ടൻ അവിടെ നിൽക്കുന്നു. ആ ചേട്ടൻ അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ സുരേഷ് ഗോപിക്ക് ഇഷ്ടപ്പെട്ടില്ല. സുരേഷ് ഗോപി ഉടനെ ഇദ്ദേഹത്തെ തള്ളി മാറ്റുന്നു. ആണല്ലോ, തള്ളി മാറ്റിയതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം അയ്യോ ആ ചേട്ടന് സങ്കടം വന്നല്ലോ എന്നോർത്ത് വീണ്ടും ആ ചേട്ടനെ പിടിച്ചു നിർത്തി സെപ്പറേറ്റ് ആയിട്ട് ഒരു ഫോട്ടോയും കൂടെ എടുക്കുന്നു. അതാണല്ലോ ഈ വീഡിയോയിൽ കാണുന്നത്, അല്ലേ? മനസ്സിലായോ? ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ആ ചേട്ടനെ പിടിച്ചു നിർത്തി ഒരു ഫോട്ടോയും കൂടെ എടുക്കുന്നു. ഓക്കെ, ഇതാണല്ലോ എല്ലാവരും കണ്ടത്. പക്ഷേ ഇതല്ല സംഭവം. ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇനി അതിന് ശേഷം സുരേഷ് ഗോപി എന്താ കാണിക്കുന്നത്? അതിന് ശേഷം കുറേശ്ശെ നമുക്കിങ്ങനെ നോക്കാം. അതിന് ശേഷം ആ പുറകിൽ നിൽക്കുന്നവരെ വിളിക്കുക. കണ്ടോ? അതായത് ആദ്യമേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒന്ന് ഓടിച്ചിട്ട് നിൽക്കേ. കണ്ടോ? വരൂ നമുക്കിനി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞാണ് ആ ഒരു ചേച്ചീനെ കണ്ടോ? ആ ചേച്ചീനെ കണ്ടോ? ആ ചേച്ചീനെ എല്ലാവരെയും വിളിക്കുന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അതിന് ശേഷമാണ് ഗ്രൂപ്പ് ഫോട്ടോ. ഇതിനെ ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം ഇത് നേരെ തിരിച്ചിട്ടു. ആദ്യം കിടന്നത് അവസാനം കിടന്നത് ആദ്യം. യഥാർത്ഥത്തിൽ ഇവന്മാരായി തന്തല്ലാഴി കാണിച്ച അതാണ്. അതായത് ആദ്യം കിടന്ന അവസാനം കിടന്നത് ആദ്യം എടുത്തിട്ട് തിരിച്ചിട്ടു. മനസ്സിലായോ? അപ്പോൾ അതിന് യഥാർത്ഥ രീതിയിലോട്ടാക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഉണ്ടോ? ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോ എടുത്തതിന് ശേഷം അവരെ വിളിക്കുന്നു. മനസ്സിലായോ? ഫോട്ടോ എടുത്തതിന് ശേഷം അവരെ വിളിക്കുന്നു. അപ്പോഴും നിങ്ങൾ നോക്കണം, ആ ചേട്ടൻ അവിടെ നിൽക്കുക. മനസ്സിലായല്ലോ? ആ ചേട്ടനുമായിട്ട് ഫോട്ടോ എടുത്തു. അതിനുശേഷം ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വിളിക്കുന്നു. വിളിച്ച് കഴിയുമ്പോഴത്തേക്കും മനസ്സിലായോ? ആ ചേട്ടൻ പുള്ളി അവിടെ തന്നെ നിൽക്കുക. പോട്ടെ. അപ്പം അവർ വന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വന്നതിന് ശേഷം സുരേഷ് ഗോപി ഇങ്ങനെ നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേട്ടൻ വീണ്ടും അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ പറയുന്നു, നിങ്ങൾ ഈ ഗ്രൂപ്പ് ഫോട്ടോയിലുള്ള ആളാണോ? അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കൂ. നിങ്ങളുടെ ഫോട്ടോ ഓൾറെഡി എടുത്തതാണല്ലോ. മനസ്സിലായോ? അതാണ് ഇവിടെ സംഭവിച്ചത്. കണ്ടോ? ഇപ്പോൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായില്ലേ? എന്നിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുരേഷ് ഗോപിനെ ഞാൻ ഇതുപോലെ വെളുപ്പിക്കാൻ വേണ്ടി ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇതിന് മുമ്പും പല വീഡിയോസ് ഉണ്ട്. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാറില്ല. ഇതിന് മുമ്പ് സുരേഷ് ഗോപി ഇതുപോലെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനെ മാറ്റി നിർത്തി. അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു. പക്ഷേ എല്ലാം മറ്റും ഞാൻ അംഗീകരിക്കുന്നില്ല. കാരണം അയാൾ ഒരു മനുഷ്യനാണ്. അയാളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാം എപ്പോഴും ഒന്നും ഇഷ്ടപ്പെടത്തൊന്നുമില്ല. അയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. ഒരാൾക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ട്. ഒരാളുടെ നെഗറ്റീവ് കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ പേര് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണിക്കാൻ ഈസിയാണ്. ഇപ്പോൾ എൻ്റെ പുറകെ ആണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പുറകെ ആണെങ്കിലും ഒരു ക്യാമറയായിട്ട് 24/7 പുറകെ നടന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് തപ്പിയെടുക്കാൻ പറ്റും. അല്ലാതെ ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ എപ്പോഴും ഇങ്ങനെ ദുഷ്ട കഥാപാത്രമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ജയിച്ച എം പിമാരും ഇപ്പോൾ ജയിച്ചിരിക്കുന്ന എം പിമാരും ഒക്കെ എന്ത് നല്ല പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നതെന്ന് അറിഞ്ഞില്ലേ? ആകെപ്പാടെ എന്താ 10-20 ലക്ഷം രൂപയുടെ വെയിറ്റിംഗ് ഷെഡും ഹൈമാസ് ലൈറ്റും അല്ലേ ഇവന്മാർ വെക്കാറുള്ളൂ. സുരേഷ് ഗോപിനെ ഇവർക്ക് പേടിയാണ്. അതായത് ഈ സുരേഷ് ഗോപി ഈ 5 വർഷം കൊണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുമോ എന്നുള്ള ഭയമാണ് ഇവർക്ക്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപി വീണ്ടും വിജയിക്കത്തില്ലേ? അതുകൊണ്ടാണ്, വേറെ ഒന്നും കിട്ടുന്നില്ല. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളും സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്യുന്നുണ്ടതിനെക്കുറിച്ചൊന്നും ഇവർക്കൊന്നും പറയാനില്ല. ഇവർക്ക് ആകെപ്പാടെ പറയാനുള്ളത് സുരേഷ് ഗോപി അപ്പിടുന്നുണ്ടോ, സുരേഷ് ഗോപി ഇച്ചിമുള്ളിയതിന് ശേഷം കുടഞ്ഞു കളഞ്ഞോ, എത്ര തുള്ളി ദേഹത്തോട്ട് തെറിച്ചു, ഇതൊക്കെയാണ് ഇവന്മാർക്ക്. എന്തൊരു നാണംകെട്ട ഇടപാടാണെന്ന് ഓർത്ത് നോക്കി. അയാൾ ആ വഴി പോക്കോട്ടെന്നേ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് സുരേഷ് ഗോപിനെ ഇഷ്ടമില്ല,
പലർക്കും സുരേഷ് ഗോപിനെ ഇഷ്ടമില്ല, മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഇഷ്ടമില്ല. പിന്നെ എന്തിനാ ഇയാളുടെ പുറകെ നടക്കുന്നതെന്ന്? അയാളെ ആ വഴി വിട്ടേക്ക്, പോയി എന്തെങ്കിലും പോയി കാണിക്കട്ടെന്ന്. MP എന്നുള്ള നിലയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? 5 വർഷം കഴിയട്ടെ, അതിനുശേഷം MP എന്നുള്ള നിലയിൽ ഇദ്ദേഹം എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? അതോ ഒന്നും ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പ്രതികരിച്ചാൽ പോലെ. അല്ലാതെ കണ്ട് ഇയാളുടെ പുറകെ ഇങ്ങനെ ക്യാമറ ആയിട്ട് ഇങ്ങനെ നടക്കും. നാണയില്ല നിനക്കൊക്കെ. കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇമ്മാർ വേറെ ആരെയും കാണത്തില്ല. വേറെ 19 എണ്ണത്തിന് ഇമ്മാർക്ക് അറിയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ ആകെപ്പാടെ ഇനിയിപ്പോൾ സുരേഷ് ഗോപി ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഒരു പ്രവർത്തനവും ചെയ്യേണ്ട. ഇവിടെയുള്ള സാധാരണ MP-മാരെല്ലാം ചെയ്യുന്ന പോലെ, ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് ഷെഡോ അല്ലെങ്കിൽ ഹൈമാസ് ലൈറ്റോ വെക്കുക. എന്നിട്ട് വലിയ വെണ്ടയ്ക്ക മുഴുപ്പിൽ ഒരു ബോർഡും എടുത്ത് വെക്കുക. 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയ്ക്ക് സുരേഷ് ഗോപി MP പണി കഴിപ്പിച്ചെന്ന് പറഞ്ഞ ഒരു ബോർഡ് വെക്കുക. അതിനുശേഷം ഈ പുറകെ നടക്കുന്ന മാധ്യമപ്രവർത്തകരെയും കുറേ ജനങ്ങളെ കണ്ടു കഴിയുമ്പോൾ എന്ന് പറഞ്ഞ് ഇളിച്ച് കാണിക്കുക. ഇത്രയും പരിപാടി ഇവിടെ കേരളത്തിൽ ആവശ്യമുള്ളൂ. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാലേ വീഴാൻ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഭയങ്കര പ്രായവും പക്വതയുള്ള അപ്പച്ചന്മാരൊക്കെയാണ്. സുരേഷ് ഗോപിനെ കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ട്, കാലയിലോട്ട് അങ്ങ് മറിഞ്ഞ് വീണേക്കുക. സുരേഷ് ഗോപിക്ക് പുച്ഛം. എന്തിനാണെന്ന് ഇയാളുടെയൊക്കെ കാലേ വീഴാണ്ടൊക്കെ നടക്കുന്നത്? ഇയാൾ സാധാരണ ഒരു മനുഷ്യനല്ലേ, ഒരു രാഷ്ട്രീയക്കാരൻ. ആ നിലയിൽ കണ്ടാച്ചാൽ പോരെ. കാലയിലോട്ട് സാഷ്ടാംഗം വീഴാണ്ട് ഇയാളാരാ, ദൈവം വല്ലതാണോ? അല്ലല്ലോ, ഒരു സാധാരണ മനുഷ്യനല്ലേ. എന്തിനാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കാലയിലോട്ട് ഇങ്ങനെ വീഴുന്നത്? എനിക്ക് പിടി കിട്ടുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ഉണ്ട്, സുരേഷ് ഗോപി ഇരിക്കാൻ വേണ്ടി വരുന്നു. ഇരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു പാർട്ടി വന്നിട്ട് തോർത്ത് വിരിച്ചു കൊടുക്കുന്നു. സുരേഷ് ഗോപി അതിൻ്റെ മേളിൽ കയറി ഇരിക്കുന്നു. അതെന്താണോ, തമ്പ്രാനാണോ കുമ്പ്രാനാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ റെഡ് നിറത്തിലുള്ള എന്തോ സംഭവമാണ്. ഇനി വെള്ള ഷർട്ടും എങ്ങാണ്ടിട്ടിരിക്കുന്നത്. ഇനി അത് ദേഹത്ത് പറ്റുമല്ലോ എന്ന് ഓർത്ത് വല്ല ആയിരിക്കാം, അല്ലായിരിക്കാം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ പറഞ്ഞ പോലെ പുള്ളി ഭയങ്കര തമ്പ്രാനായിട്ട് കളിച്ച് നടക്കുന്നതെങ്കിൽ നടന്നോട്ടെ, ആ പുറകെ എന്തിനാണ് നടക്കുന്നതെന്നേ.